ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. A student has 60% chance of passing in English and 54% chance of passing in both English and mathematics. What is the percentage probability that he will fail in mathematics? അപ്പം ഇംഗ്ലീഷിനെ പാസ്സാകാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട്, ഇംഗ്ലീഷും മാത്സും പാസ്സാകാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട മാത്സ് ഫെയിൽ ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ എങ്ങനെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മെത്തേഡിൽ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും ഓപ്ഷൻസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് സ്റ്റെപ്സ് ഒന്നും ആരും നോക്കുന്നില്ലല്ലോ. എന്താണ് ആൻസർ കിട്ടിയെന്ന് മാത്രമേ ആൾക്കാർ നോക്കുന്നുള്ളൂ, ഐ മീൻ എക്സാമിനർ നോക്കുന്നുള്ളൂ. സോ ഓപ്ഷൻസിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ആൻസർ കിട്ടുമോ നോക്കും. കറക്റ്റ് ആയിട്ട് മെത്തേഡിൽ ചെയ്യാൻ നിർബന്ധമില്ല. ഞാൻ ചെയ്യട്ടെ. നമുക്ക് തന്നിട്ടുണ്ട് പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ 60% ആണ്. 60% എന്ന് പറയുമ്പോൾ എന്താണ്? 0.6 നമുക്ക് എഴുതാൻ പറ്റത്തില്ലേ, അല്ലേ? അതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മാത്സ്, പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മാത്സ് എന്ന് പറയുമ്പോൾ 54 ആണ്. 54% എന്ന് പറയുമ്പോൾ 0.54. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി വിൽ ഫെയിൽ ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ തോക്കാനുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഒരു വഴി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇൻ മാത്തമാറ്റിക്സിന് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇൻ മാത്തമാറ്റിക്സ് ചെയ്താൽ മതി. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇൻ ബോത്ത് ഇ ആൻഡ് എം എന്ന് പറയുമ്പോൾ എന്താണ്? പി ഓഫ് ഇ ആൻഡ് എം ഇസ് ഈക്വൽ ടു എന്താണ്? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എം അല്ലേ? കാരണം ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ലല്ലോ. ഇത് രണ്ടും ഡിസ്റ്റിങ് ആയിട്ടുള്ള രണ്ട്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഡിസ്റ്റിങ് ആയുള്ള സബ്ജക്ട്, മാത്സ് എന്ന് പറയുന്ന ഡിസ്റ്റിങ് ആയുള്ള സബ്ജക്ട്. അപ്പം രണ്ടും തമ്മിലൊരു ബന്ധമില്ല. സോ അങ്ങനെ വരുമ്പോഴേക്കും പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇൻ ബോത്ത് ഇ ആൻഡ് എം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലും പാസ് ആവണം, മാത്സിലും പാസ് ആവണം, രണ്ടിലും പാസ് ആവണം. അപ്പം ഇംഗ്ലീഷിൽ പാസ് ആവാനുള്ള ഒരു പ്രോബിലിറ്റി ഒരെണ്ണമായിരിക്കും, മാത്സിൽ പാസ് ആവാനുള്ള പ്രോബിലിറ്റി വേറെണ്ണമായിരിക്കും. സോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് എടുത്തെങ്കിലല്ലേ രണ്ടും കൂടെ പാസ് ആവാനുള്ള പ്രോബിലിറ്റി എടുത്തുള്ളൂ. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.54. 0.54 is equal to 0.6 into probability of passing in mathematics. Okay, ഓക്കെ അല്ലേ? ഇപ്പം അത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി ഓഫ് എം is equal to 0.54 by 0.6 is equal to 0.9. Okay, so probability of passing in mathematics നമുക്ക് കിട്ടി 0.9. So probability of failing in mathematics, failing in is equal to 1 minus 0.9 is equal to 0.1. ഓക്കെ, രണ്ട് ഡിസ്റ്റിങ് ആയിട്ടുള്ള ഇവന്റ്സിന്റെ പ്രോബിലിറ്റിയുടെ രണ്ട് ഡിസ്റ്റിങ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ട്. അത് രണ്ടും ഒരുമിച്ച് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റിന്റെ പ്രോബിലിറ്റി ഇൻറ്റു സെക്കൻഡിന്റെ പ്രോബിലിറ്റി ആണ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ, ഈ ഒരു സാധനം. അപ്പം തമ്മിൽ ബന്ധമില്ലാത്ത രണ്ട് ഇവന്റ്സ് രണ്ടും ഒരുമിച്ച് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സംഭവിക്കാനുള്ള പ്രോബിലിറ്റിയും രണ്ടാമത്തെ സംഭവിക്കാനുള്ള പ്രോബിലിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ വാല്യൂ കിട്ടത്തുള്ളൂ, ഒരുമിച്ച് സംഭവിക്കാനുള്ള പ്രോബിലിറ്റി കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്
ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1995 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A table has 3 drawers. It is known that one of the drawers contains 2 silver coins, another contains 2 gold coins, and the third one contains 1 silver and 1 gold coin. One of the drawers is opened at random and a coin is drawn. It is found to be a silver coin. What is the probability that the coin in the drawer? What is the probability that the other coin in the drawer is a gold coin? ഇപ്പം 3 ഡ്രോയേഴ്സ് ഉണ്ട്. മൂന്നിനകത്തും ഒരെണ്ണത്തിനകത്ത് 2 ഗോൾഡ് കോയിൻസ് ഉണ്ട്, ഒരെണ്ണത്തിനകത്ത് 2 സിൽവർ കോയിൻസ് ഉണ്ട്, മൂന്നാമത്തിനകത്ത് എന്ന് പറയുമ്പോൾ 1 സിൽവർ 1 ഗോൾഡ് കോയിൻ ഉണ്ട്. എന്നിട്ട് ഈ ഡ്രോയേഴ്സിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് ഒരു കോയിൻ എടുത്തു, അത് സിൽവർ കോയിൻ ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ആ ഡ്രോയിലുള്ള മറ്റേ കോയിൻ ഗോൾഡ് കോയിൻ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. മൂന്ന് മിനിറ്റ് സമയം തരാവേ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാവേ, കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് കൂടാണ്. ഓക്കെ, സോ നമുക്ക് 3 ഡ്രോയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഡ്രോയർ എന്ന് പറയുമ്പോൾ 2 സിൽവർ കോയിൻസ്, സെക്കൻഡ് ഡ്രോയറിൽ 2 ഗോൾഡ് കോയിൻസ്, ആൻഡ് തേർഡ് ഡ്രോയറിൽ 1 ഗോൾഡും 1 സിൽവറും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം എന്താണ്? വൺ ഓഫ് ദി ഡ്രോയേഴ്സ് ഈസ് ഓപ്പൺ അറ്റ് റാൻഡം ആൻഡ് എ കോയിൻ ഈസ് ഡ്രോൺ. ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി സിൽവർ കോയിൻ. അപ്പം ഈ 3 ഡ്രോയേഴ്സിൽ നിന്ന് ഒരു ഡ്രോയിൽ നിന്ന് റാൻഡം ആയിട്ട് ഒരു കോയിൻ എടുത്തു, അപ്പൊ അതൊരു സിൽവർ കോയിൻ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഡ്രോയേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റും തേർഡും. ഈ 2 ഡ്രോയേഴ്സ് അല്ലേ വരാൻ സാധ്യതയുള്ളൂ, കാരണം കിട്ടിയ കോയിൻ സിൽവർ ആണ്. സോ സെക്കൻഡ് വൺ കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ആയി. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിന്റെ ബാക്കി എന്ന് പറയുമ്പോൾ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ അതർ കോയിൻ ഇൻ ദ ഡ്രോയർ ഈസ് എ ഗോൾഡ് കോയിൻ? സോ തേർഡ് ഡ്രോയർ വരാനുള്ള പ്രോബിലിറ്റി എന്താണെന്നല്ലേ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇവർ ചോദിച്ചിരിക്കുന്ന അതർ കോയിൻ. ഇപ്പം ഒരു ഡ്രോയറിനകത്ത് 2 കോയിൻസ് ഉണ്ട്, സോ ഒരെണ്ണം കിട്ടി സിൽവർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത കോയിൻ ഗോൾഡ് ആകാനുള്ള പ്രോബിലിറ്റി എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഗോൾഡ് ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്? ഈ 3 മാത്രമല്ലേ ഉള്ളൂ ഗോൾഡ് ആയിട്ടുള്ളത്. ഗോൾഡ് ഉള്ള 3 മാത്രമല്ലേ ഉള്ളൂ ബാക്കിയുള്ളതിൽ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴേക്കും ടോട്ടൽ എത്ര പോസിബിലിറ്റീസ് ആണുള്ളത്? 2 പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ ഇത് വരാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അങ്ങനെ വരുമ്പോഴേക്കും പ്രോബിലിറ്റി എന്താണ്? പി ഓഫ് ഇസ് ഈക്വൽ ടു 1/2 ഇസ് ഈക്വൽ ടു 0.5. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയാണ്? 104. 104 എന്ന് പറയുമ്പോൾ 52 into 2 is equal to 104. Okay. Total number of jacks of 4 into 2, 8. Answer I. ഈ ടോട്ടൽ നമ്പർ ഓഫ് ജാക്സ് 8 എങ്ങനെ കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ഡെക്കിൽ 4 ജാക്ക് ആണ്. സോ 2 ഡെക്ക് ഉണ്ട്, അതുകൊണ്ട് 8 ജാക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഡെക്കിൽ 52 കാർഡ് ഉണ്ട്. സോ 2 ഡെക്ക് ആകുമ്പോഴേക്കും 104 കാർഡ്സ് ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ഓഫ് ദം ആർ ജാക്സ്? 2 cards are drawn at random, one after the other. So ഫസ്റ്റ് ഒരു കാർഡ് എടുത്തു. ഫസ്റ്റ് കാർഡ് ജാക്ക് ആകാനുള്ള പ്രോബിലിറ്റി എന്താണ്? 8/104. ഓക്കെ, ഇനി ബാക്കി എത്ര ഉണ്ട്? ടോട്ടൽ എത്ര കാർഡ്സ് ഉണ്ടാവും? ഇനി ബാക്കി 103 കാർഡ്സ് ബാക്കി ഉണ്ടാവും. ജാക്സ് എത്ര ഉണ്ടാവും ബാക്കി? 7. സോ അടുത്ത കാർഡും ജാക്ക് ആകാനുള്ള പ്രോബിലിറ്റി എന്താണ്? into 7/103.
ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനുകൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ആൻസർ കിട്ടും. കാരണം 104 103 വരുമ്പോഴേക്കും വലിയൊരു സാധനമായിരിക്കും വരുന്നത്. സോ ഇത് മാത്രമേ ഡിനോമിനേറ്ററിൽ അത്രയും വലിയൊരു വാല്യൂ വരുന്നത് അല്ലെ. സോൾവ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 6th ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ. When 3 coins are tossed together, what's the probability that all coins have the same face up? ഒരു മിനിറ്റ് കൊണ്ട് പറയണേ. ഈ ക്വസ്റ്റ്യനില് 3 coins are tossed together. അപ്പൊ അതിൽ നിന്ന് 3 കോയിൻസിനും സെയിം ഫേസ് അപ്പ് വരണം. അതാണ് ക്വസ്റ്റ്യൻ. സോ 3 കോയിൻസ് ഉണ്ട്. 3 കോയിൻസ്. ഫസ്റ്റ് കോയിനില് നമുക്ക് ഹെഡ് ആണ്, നമ്മൾ അസ്യൂം ചെയ്യാണ് ഹെഡ് ആണ് വേണ്ടതെന്ന്. എല്ലാത്തിനും ഹെഡ് ആണ് അപ്പിൽ വരണമെന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ, സോ ഫസ്റ്റ് കോയിനിൽ ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/2. സെക്കൻഡ് കോയിനിലോ 1/2. തേർഡ് കോയിനിലും 1/2. സോ 3 കോയിനും കൂടെ ഒരുമിച്ച് ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? equal to 3 heads equal to 1/2 into 1/2 into 1/2 is equal to 1/2. Okay. In a factory, quality assurance test conducted on various samples for a specific characteristic value of a product. The values and number of samples are given in the following table. എന്നിട്ട് characteristic value തന്നിട്ടുണ്ട്, number of samples തന്നിട്ടുണ്ട്. ഇനി consider the following statements based on the table. The probability that x less than 15 is 0.64. Probability that 13 less than x less than 17 is greater than 0.64. Probability that x is equal to 15 is less than 0.22. The question ചോദിച്ചിരിക്കുന്നതാണ്, which of the above statements is or are not true? Okay, so total number of samples കണ്ടുപിടിക്കുക. ഫസ്റ്റ് പ്രോബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 15നും കുറവ് സാമ്പിൾസ് ഉണ്ടെന്ന് നോക്കുക. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 15 കിട്ടും. ലെസ് ദാൻ ഈക്വൽ ടു 15. സോ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് ആദ്യം കണ്ടുപിടിക്കുക. പിന്നെ ഈ 15 വരെയുള്ളത് ലെസ് ദാൻ ഈക്വൽ ടു 15 വരെയുള്ള സാമ്പിൾസ് എത്രയാണോ അതിന്റെ കൗണ്ട് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് നമുക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 15 നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ 13നും 17നും ഇടയ്ക്കുള്ളത്. സോ 13 17 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 13, അപ്പം 14നും 17നും എടുക്കുക. കാരണം ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു ഇല്ല. സോ ഇതിനിടയ്ക്കുള്ളത് കണ്ടുപിടിക്കുക, ടോട്ടലിൽ നിന്ന് ഡിവൈഡ് ചെയ്യുക. വീണ്ടും പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 15 ഈസ് ഈക്വൽ ടു 15 മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. പതിമൂന്നിനും ഇപ്പം ഇതിനിടയ്ക്കുള്ള സാമ്പിൾസ് ഇപ്പം 14 എത്രയുണ്ട്, 15 എത്രയുണ്ട്, 16 എത്രയുണ്ട്, 17 എത്രയുണ്ട്, അത്രയും. ഈ 13നും 17നും ഇടയ്ക്കുള്ളത്. പക്ഷെ ഇവിടെ ലെസ് ഓർ ഈക്വൽ ഇല്ല. സോ 14നും 17നും ഇടയ്ക്കുള്ളത്.
ഓക്കെ, കിട്ടിയ ആൻസർ? ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ നോക്കണേ. ഓക്കെ, നോട്ട് കറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. സോ ഞാൻ കുറച്ച് അങ്ങോട്ട് നീക്കുവാണ്. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് എത്രയാണ്? എത്ര? ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് ഈസ് ഈക്വൽ ടു 150. ഇനി സാമ്പിൾസ് വെയർ എക്സ്, നമ്പർ ഓഫ് സാമ്പിൾസ് വെയർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 പ്രോബബിലിറ്റി അല്ല, നമ്പർ ഓഫ് സാമ്പിൾസ് എത്ര ഉണ്ടായിരുന്നു? 96 ആണോ? 96. സോ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 96 by 150 ഈസ് ഈക്വൽ ടു 0.64. 0.64 എന്നുള്ളത് ഇതിപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് സാമ്പിൾസ് വെയർ 13 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 17 എത്രയാണ്? 96 അല്ലേ? യെസ്. സോ 96 ആണ്. ഇംപ്ലൈസ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 96 ഡിവൈഡഡ് ബൈ 150, സെയിം തന്നെ 0.64. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇസ് ഗ്രേറ്റർ ദാൻ 0.64 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ അല്ലല്ലോ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി തേർഡ് വൺ എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 15 എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 15 33 ആണുള്ളത്. സോ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 150 ഈക്വൽ ടു 0.22 ആണ്. ലെസ് ദാൻ എന്നുള്ളത് അവിടെയും തെറ്റാണ്. സോ അങ്ങനെ വരുമ്പോഴേക്കും നോട്ട് ട്രൂ ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്? 2 and 3. ഓക്കെ, ക്വസ്റ്റ്യനിൽ 20 ബോൾസ് ഉണ്ട്, 8 ഗ്രീൻ, 7 വൈറ്റ് ആൻഡ് 5 റെഡ്. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരാൾ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾ വെച്ച് പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ബോൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഉറപ്പിക്കാം എല്ലാ കളറിലും മിനിമം ഒരു ബോളെങ്കിലും എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, സോ സപ്പോസ് ആളെടുക്കുന്നത് ആൾ 3 ബോൾ എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് ഹി ടേക്സ് 3 ബോൾസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം റെഡും ഒരെണ്ണം ഗ്രീനും ഒരെണ്ണം വൈറ്റും ആണെന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. ഓക്കെ, പക്ഷെ ആള് ബ്ലൈൻഡ് ഫോൾഡ് ആയതുകൊണ്ട് പുള്ളിക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ഞാൻ എടുത്തിരിക്കുന്ന ബോള് ഒരെണ്ണം റെഡും ഒരെണ്ണം ഗ്രീനും ഒരെണ്ണം ബ്ലൂ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ അപ്പം ഇയാൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് 3 പിക്ക് ചെയ്താലും അയാൾക്ക് അഷ്യൂർഡ് അല്ല ഞാൻ എടുത്തിരിക്കുന്ന 3 കളർ ആണെന്നുള്ള അഷ്യൂർഡ് അല്ല, അല്ലേ? സോ അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും ഇപ്പം ആൾ 8 ബോൾ എടുത്തു. സപ്പോസ് ഹി ടേക്സ് 8 ബോൾസ്. 8 ബോൾ എടുത്തു കഴിയുമ്പോൾ പുള്ള മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കും? 8 ഗ്രീൻ ബോൾസ് ഉണ്ട്. സോ ഞാൻ എടുത്തിരിക്കുന്ന 8 ബോൾസും ഗ്രീൻ ആവാം, അല്ലേ? സോ ഒരു അഷുറൻസ് ഇല്ല. സോ അങ്ങനെ വരുമ്പോഴേക്കും 8 അല്ല ആൻസർ, 8ൽ കൂടിയ നമ്പറാണ് ആൻസർ. പിന്നെ ആ ഒരു 7 എണ്ണം കൂടെ എടുത്തു, 15 എണ്ണമായി. 7 എടുത്തിരിക്കുമ്പോൾ അയാളുടെ മനസ്സിലെ ചിന്ത എന്താണ്? ഞാൻ 7 എണ്ണം കൂടെ എടുത്തു, 15 ആയി. പക്ഷേ 7 വൈറ്റ് ബോൾസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം റെഡ് ബോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? സോ അങ്ങനെ വരുമ്പോഴേക്കും വീണ്ടും 7 എണ്ണം കൂടെ ആഡ് ചെയ്തു. ഇനി ഇപ്പം 8 ഗ്രീൻ ബോൾസും 7 വൈറ്റ് ബോൾസും ഉള്ളൂ. ബാക്കി 5 റെഡ് ബോൾസ് ഉണ്ട്. അപ്പം ഇനിയുള്ള ബാക്കിയുള്ള 5 എണ്ണം റെഡ് ആണ്. ഇനിയിപ്പോ ഒരെണ്ണം കൂടെ എടുത്താലും അത് റെഡ് ആണ്, റെഡ് ആണെന്ന് ഉറപ്പല്ലേ? സോ അങ്ങനെ വരുമ്പോഴേക്കും അടുത്ത ഒരു ബോൾ കൂടെ എടുത്തു കഴിയുമ്പോഴേക്കും അയാൾക്ക് ഉറപ്പിക്കാം ഞാൻ എടുത്തിരിക്കുന്ന ബോൾസിൽ എല്ലാ കളറും ഉണ്ടെന്ന്. സോ ടോട്ടൽ വരുമ്പോഴേക്കും 16 ആണ് ആൻസർ. സോ how many different sums can be formed with the denominations 50, 100, 200, 500 and 2000 taking at least 3 denominations at the same time? Different denominations. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, അറ്റ്ലീസ്റ്റ്.
നേരെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ചിലപ്പം ആൻസർ കിട്ടും, ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പം ക്വസ്റ്റിന്റെ വേർഡ്സ് ഒന്ന് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ. എപ്പോഴും ഇവിടെ ഉള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് ആണ് ഈ അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയ ആർക്കെങ്കിലും? കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രൂവ് പറയാവേ. അറ്റ്ലീസ്റ്റ് 3 ഡിനോമിനേഷൻ ആണ്. അറ്റ്ലീസ്റ്റ് 3 ഡിനോമിനേഷൻസ്. അങ്ങനെ വരുമ്പോഴേക്കും 3 ഡിനോമിനേഷൻസ് എടുക്കാം, 4 ഡിനോമിനേഷൻ എടുക്കാം, 5 ഡിനോമിനേഷൻ എടുക്കാം, അല്ലേ? അറ്റ്ലീസ്റ്റ് വരുമ്പോൾ ഇത് 3 എടുക്കാമല്ലോ. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ഔട്ട് ഓഫ് 5 ഡിനോമിനേഷൻസ്. ഈ 5 ഡിനോമിനേഷനിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 3 എടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, 5 ഡിനോമിനേഷൻ ഉണ്ട്, അതിൽ നിന്ന് 3 എടുക്കാനുള്ള ചാൻസ് എത്രയാണ്? അതെങ്ങനെ നമുക്ക് കിട്ടുന്നത്? ടേക്കിംഗ് 3 ഔട്ട് ഓഫ് 5 എന്ന് പറയുമ്പോൾ എന്താണ്? 5C3 is equal to 5C3 വാല്യൂ എത്രയാ? 5 factorial by 3 factorial into 2 factorial equal to എത്രയാ? 10. അതേപോലെ 5 നിന്ന് 4 എടുക്കാനുള്ളോ? 4C3 is equal to 5. ഇനി 5 നിന്ന് 5 എടുക്കാനുള്ള നമ്പർ ഓഫ് പേജ് എത്രയാണ്? Equal to 1. So ടോട്ടൽ എത്രയാണ്? 10 plus 5 plus 1 is equal to 16. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇതിന് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഇതെങ്ങനെ വന്നെന്നുള്ള കാര്യത്തില്? നമുക്ക് മൊത്തത്തിൽ 5 ഡിനോമിനേഷൻസ് ആണ് പറയുന്നത്. അതില് 3 ഒരു സമയത്ത് എടുക്കുക, അറ്റ്ലീസ്റ്റ് 3 ഒരു സമയത്ത് എടുത്ത് കഴിയുമ്പോൾ എത്ര ഡിഫറെന്റ് വേസിൽ നമുക്ക് എടുക്കാൻ പറ്റും? അത്രയുള്ള ക്വസ്റ്റ്യൻ. സോ 3 ഒരു സമയത്ത് എടുക്കാൻ 5C3, 4 ഒരു സമയത്ത് എടുക്കാൻ 5C4, 5 എടുക്കാൻ 5C5, പിന്നെ സോൾവ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഞാനെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 73 നോക്കുക. പെട്ടെന്ന് ചെയ്യണേ, 2 മിനിറ്റ്.
ഡി ആണ് ആൻസർ. ഡൽഹി എന്നൊരു വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ഡി ആൻഡ് എൻഡ് വിത്ത് ഐ. സോ ഡി 1 2 3 ഐ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് എത്ര രീതിയിൽ വരാം? അപ്പം ബാക്കി എത്ര വേർഡ്സ് ഉണ്ട്? 3 വേർഡ്സ് ഉണ്ട്. സോ ഫസ്റ്റ് സ്പേസിൽ 3 വരാം അല്ലെ? സെക്കൻഡ് സ്പേസിൽ ബാക്കി എത്ര ഉണ്ട്? 2. തേർഡ് സ്പേസിൽ 1. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെന്റ് വേർഡ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6.